വഞ്ചിച്ചതായി ആരോപണം. ഫോർച്യൂൺ മാൾ ഉടമയും മനുഷ്യാവകാശ സംഘടനാ ഭാരവാഹിയുമായ ഐസക് വർഗീസിനെതിരെ കോങ്ങാട് സ്വദേശിയും ദേവ ബിൽഡിംഗ് ഉടമയുമായ കേശവദേവാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. ഫോർച്യൂൺ മാളിന്റെ ഷെയർ ഹോൾഡറാക്കാമെന്ന പേരിലും ഡയറക്ടറാക്കാമെന്ന പേരിലും 1.25 കോടി വാങ്ങിച്ചെങ്കിലും ഡയറക്ടർ ആക്കിയില്ലെന്നും കേശവദേവ് ആരോപിച്ചു. 12 കോടി രൂപയ്ക്ക് മാളിന്റെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തതോടെയാണ് ഐസക് വർഗീസുമായി പരിചയം തുടങ്ങുന്നത്. നിർമ്മാണ മേഖലയിൽ നൂതന കാൽവെപ്പുണ്ടാവുമെന്ന വിശ്വാസത്തിലാണ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത്. കൊങ്ങാട്, കനറ ബാങ്ക്, കേരള ബാങ്ക് എന്നിവയിൽ നിന്നും ലോൺ എടുത്തും ആഭരണങ്ങൾ പണയം വെച്ചുമാണ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കരാർ പ്രകാരമുള്ള തുക ആവശ്യപ്പെടുമ്പോഴൊക്കെ വ്യാജ ചെക്ക് നൽകി പറ്റിക്കുകയായിരുന്നു. ബിസിനസ് വിപുലീകരണം, മോളിന്റെ ഷെയർ, വിസ തട്ടിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ഐസക് വർഗീസിനെതിരെ കേസുണ്ട്. വീടിന്റെ മുമ്പിൽ ആസിഡ് ബോംബ് എറിഞ്ഞതായി ഐസക് വർഗീസ് തനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തത് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭൂമിയിൽ ഫോർച്യൂൺ മാൾ നിർമ്മിക്കാനായി ഐസക് വർഗീസ് വ്യാജരേഖയുണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് ഉന്നതരെയും CPM നേതാക്കളെയും കൂട്ടുപിടിച്ചാണ് തനിക്കെതിരെ നീക്കം നടത്തുന്നത്. കരാർ തുക കിട്ടാതെ വന്നതോടെ ജപ്തി ഭീഷണിയിലും ആത്മഹത്യാ മുനമ്പിലുമാണ്. ഐസക് വർഗീസിന്റെ വഞ്ചനയിൽ നിരവധി പേർ അകപ്പെട്ടിട്ടുണ്ടെന്നും കേശവദേവ് പറഞ്ഞു. മനുഷ്യാവകാശ സംഘടന ഉപയോഗിച്ച് ഐസക് വർഗീസ് വഞ്ചനയാണ് നടത്തുന്നതെന്ന് സംഘടനാ ഭാരവാഹിയായിരുന്ന ഷെറീന പറഞ്ഞു. അഡ്വക്കേറ്റ് ജേക്കബ് സെബിൻ, കേശവദേവിന്റെ ഭാര്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാളിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എനിക്ക് 7.25 കോടി രൂപ അയാൾ തരാനാണ്. കൂടാതെ അയാൾ എന്നെ ഡയറക്ടർ ആക്കാന്ന് പറഞ്ഞിട്ട് 1.25 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡയറക്ടർ ആക്കാന്ന് പറയുക മാത്രമല്ല, ഇതുവരെ ഡയറക്ടർ ആക്കിയിട്ടുമില്ല. പക്ഷേ അയാൾ ഇറക്കിക്കേണ്ട എല്ലാ മാഗസിനുകളിലും, ബ്രോഷറുകളിലും, ലീഫ്ലെറ്റുകളിലൊക്കെ എൻ്റെ പേരും പടം അടിച്ചിട്ട് അയാൾ എൻ്റെ പേര് ദുരുപയോഗം ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായ ROC കമ്പനി രേഖകളിലൊന്നും എൻ്റെ പേര് ഉൾപ്പെടുത്താതെ അയാൾ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഈ ഫോർച്യൂൺ മാളിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കനറ ബാങ്ക് കോങ്ങാട് ശാഖയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വർക്ക് ചെയ്തത്. കൂടാതെ എനിക്ക് അതുപോലെ പ്ലാക്കറ്റ കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. സ്വർണ്ണങ്ങൾ വിറ്റും സ്റ്റീലും സിമെന്റും കടം വാങ്ങിച്ചിട്ടാണ് ഈ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിയത്. ഇന്നിപ്പോൾ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ജപ്തി നടപടികൾ നേരിടുന്ന ഒരാളാണ്. എൻ്റെ വീട് നിന്ന് ഏത് സമയത്തും അവർ ജപ്തി ചെയ്ത് വീടോ സ്ഥലവും ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യത്തിലാണ്. കാരണം അത്രയ്ക്കും ക്രൂഷ്യൽ സിറ്റുവേഷനാണ്. ആ സമയത്താണ് ഇയാൾ ഈ സാമ്പത്തികമായിട്ട് എനിക്ക് തരാനുള്ള ഇത്രയും കാശ് ചോദിക്കാൻ പലപ്പോഴായിട്ട് മധ്യസ്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല മേഖലകളിൽപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക നേതാക്കളൊക്കെ ഇടപെട്ട് സംസാരിച്ചിരുന്നു. പക്ഷെ അവിടെ നിന്നും ഇയാൾ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.